നമസ്കാരം. ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ് GTAW ഉപയോഗിച്ച് 1F ഫ്ലാറ്റ് പൊസിഷനിൽ 50 mm പുറം ഡയാമീറ്ററും 3 mm വാൽ തിക്നെസ്സുമുള്ള MS പൈപ്പിലെ T ജോയിന്റ് സെഷനിലേക്ക് സ്വാഗതം. ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ നമുക്ക് നോക്കാം. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്കിവ ചെയ്യാനാകും. TIG വെൽഡിംഗ് പ്രക്രിയ ഉപയോഗിച്ച് ഫ്ലാറ്റ് 1F പൊസിഷനിൽ 50 mm പുറം ഡയാമീറ്ററും 3 mm വാൾ തിക്നെസ്സുമുള്ള MS പൈപ്പിൽ ഒരു ഫില്ലറ്റ് T ജോയിന്റ് വെൽഡ് ചെയ്യുക. പൈപ്പ് തിക്നെസ്, ഫില്ലർ മെറ്റൽ, സ്കിൽ ലെവൽ തുടങ്ങിയ ഫാക്ടേഴ്സ് പരിഗണിച്ച് MS പൈപ്പ് T ജോയിന്റ്സുകൾക്കായുള്ള വൈവിധ്യമാർന്ന വെൽഡിംഗ് ടെക്നിക്സ് മനസ്സിലാക്കുക. വെൽഡ് ക്വാളിറ്റിയുടെ പ്രാധാന്യം, അതിനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ്, അവ ലഘൂകരിക്കാനും വിശ്വസനീയമായ ജോയിന്റ്സ് ഉറപ്പാക്കുന്നതിനുമുള്ള പ്രാക്ടിക്കൽ മെത്തേഡ്സ് എന്നിവ ഹൈലൈറ്റ് ചെയ്യുക. MS പൈപ്പിൽ T ജോയിന്റ് വെൽഡ് ചെയ്യുന്നതിന് ആവശ്യമായ ഉപകരണങ്ങളും വസ്തുക്കളും: ടിഗ് വെൽഡിംഗ് മെഷീൻ, ടങ്സ്റ്റൺ ഇലക്ട്രോഡ്, ഷീൽഡിംഗ് ഗ്യാസ് ആർഗൺ, MS പൈപ്പ്, ഹാക്സോ, ഫയൽസ്, ബെഞ്ച് വൈസ്, വയർ ബ്രഷ്, ചിപ്പിംഗ് ഹാമർ, അബ്രേസീവ് കട്ടിംഗ് മെഷീൻ, ഹാൻഡ് ഗ്രൈൻഡർ. ഇപ്പോൾ 50 mm പുറം ഡയാമീറ്ററും 3 mm വാൾ തിക്നെസ്സുമുള്ള MS പൈപ്പ് നമുക്ക് തയ്യാറാക്കാം. ആദ്യം അഴുക്കും അവശിഷ്ടങ്ങളും നീക്കം ചെയ്യാൻ ഒരു വയർ ബ്രഷ് ഉപയോഗിച്ച് MS പൈപ്പ് വൃത്തിയാക്കുക. പൈപ്പ് 100 mm 75 mm നീളങ്ങളിൽ മുറിക്കുക. പൈപ്പുകളുടെ അറ്റങ്ങൾ സ്ക്വയറും പരസ്പരം പെർപെൻഡിക്കുലറുമാണെന്ന് ഉറപ്പാക്കുക. പൈപ്പിന്റെ അറ്റങ്ങൾ സ്ക്വയറോ പെർപെൻഡിക്കുലറോ അല്ലെങ്കിൽ വെൽഡ് ദുർബലമാകാം, അല്ലെങ്കിൽ ശരിയായി ഒരുമിച്ച് നിൽക്കുകയില്ല. സ്ക്വയർ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആക്കാൻ ഒരു ഫയലോ ഗ്രൈൻഡറോ ഉപയോഗിക്കുക. മൈൽഡ് സ്റ്റീലിൽ ബ്രാഞ്ച് കോമ്പണന്റ്സ് കട്ടിംഗ് ചെയ്യുന്നത് ഒരു വെല്ലുവിളി നിറഞ്ഞ ജോലിയാണ്. T ജോയിന്റിന് ബ്രാഞ്ച് പൈപ്പ്, മെയിൻ പൈപ്പ് എന്നിവ രണ്ടും പൈപ്പ് ഡെവലപ്മെന്റ് പ്രൊഫൈലിൽ മുറിക്കേണ്ടതുണ്ട്. T ജോയിന്റിന് സിമ്പിൾ കട്ട് സാധ്യമല്ല. ഒരു ടെംപ്ലേറ്റ് ഫിഗർ ഉപയോഗിച്ച് ഔട്ട്ലൈൻ അടയാളപ്പെടുത്തി ബ്രാഞ്ച് നിർമ്മിക്കാം. ആദ്യം ഡിസൈർ ബ്രാഞ്ചിന്റെ ഒരു ടെംപ്ലേറ്റ് ഫിഗർ തയ്യാറാക്കണം. ഒരു കടലാസിലോ കാർഡ്ബോർഡിലോ ചിത്രം വരച്ചുകൊണ്ട് ഇത് ചെയ്യാം. ടെംപ്ലേറ്റ് ഫിഗർ നിങ്ങൾ കട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബ്രാഞ്ചിന്റെ അതേ വലുപ്പമായിരിക്കണം. ടെംപ്ലേറ്റ് ഫിഗർ തയ്യാറാക്കിയ ശേഷം അത് ബ്രാഞ്ച് കട്ട് ചെയ്യേണ്ട മൈൽഡ് സ്റ്റീൽ പൈപ്പിൽ പ്ലേസ് ചെയ്യണം. ടെംപ്ലേറ്റ് ഫിഗറിന്റെ ഔട്ട്ലൈൻ ഒരു സ്ക്രൈബർ അല്ലെങ്കിൽ പോയിന്റഡ് ചോക്ക് ഉപയോഗിച്ച് പൈപ്പിൽ മാർക്ക് ചെയ്യണം. ബ്രാഞ്ചിന്റെ ഔട്ട്ലൈൻ മാർക്ക് ചെയ്തതിനു ശേഷം ബ്രാഞ്ചിന്റെ മധ്യഭാഗം പഞ്ച് ചെയ്യണം. ഒരു സെന്റർ പഞ്ച് അല്ലെങ്കിൽ ഒരു നെയിൽ ഉപയോഗിച്ച് ഇത് ചെയ്യാം. സെന്റർ പഞ്ച് പൈപ്പിൽ ഒരു ചെറിയ ഇൻഡന്റേഷൻ ഉണ്ടാക്കും. ഇത് മാർക്ക്ഡ് ഔട്ട്ലൈനിൽ നിന്ന് കട്ടിംഗ് ടോർച്ച് സ്ട്രേയിങ് ചെയ്യുന്നത് തടയാൻ സഹായിക്കും. അതിനുശേഷം മാനുവലി പ്രവർത്തിപ്പിക്കുന്ന ഓക്സിഫ്യൂയൽ ഗ്യാസ് കട്ടിംഗ് എക്യുപ്മെന്റ് ഉപയോഗിച്ച് മാർക്ക്ഡ് ഔട്ട്ലൈനിലേക്ക് ബ്രാഞ്ചിനെ കട്ട് ചെയ്യാൻ കഴിയും. കട്ടിംഗ് ടോർച്ച് പൈപ്പിലേക്ക് 45 ഡിഗ്രി ആംഗിളിൽ പിടിക്കുകയും കട്ടിംഗ് സാവധാനത്തിലും ശ്രദ്ധാപൂർവവും നടത്തുകയും വേണം.
ലഭ്യമായ എക്യുപ്മെന്റിനെ ആശ്രയിച്ച് വിവിധ രീതികൾ ഉപയോഗിച്ച് ബ്രാഞ്ച് ഹോൾസ് കട്ട് ചെയ്യാൻ കഴിയും. ഏറ്റവും സാധാരണമായ 2 രീതികൾ ഇവയാണ്: ഓക്സി ഫ്യൂവൽ ഗ്യാസ് പ്രൊഫൈലിംഗ് മെഷീൻസ്, മാനുവൽ ഓക്സി ഫ്യൂവൽ ഗ്യാസ് കട്ടിംഗ്. പൈപ്സിലെ ബ്രാഞ്ച് ഹോൾസ് കട്ട് ചെയ്യാൻ ഉപയോഗിക്കാവുന്ന ഒരു പ്രത്യേകതരം കട്ടിംഗ് മെഷീനാണ് ഓക്സി ഫ്യൂവൽ ഗ്യാസ് പ്രൊഫൈലിംഗ് മെഷീൻസ്. ഈ മെഷീൻസ് മെറ്റലിലൂടെ കട്ട് ചെയ്യാൻ കഴിയുന്ന ഹൈ ടെമ്പറേച്ചർ ഫ്ലെയിം സൃഷ്ടിക്കാനായി ഓക്സിജന്റെയും അസറ്റലൈൻ ഗ്യാസിന്റെയും കോമ്പിനേഷനാണ് ഉപയോഗിക്കുന്നത്. പൈപ്പുകളിൽ ബ്രാഞ്ച് ഹോൾസ് കട്ടിംഗ് ചെയ്യുന്നതിനുള്ള ഒരു അടിസ്ഥാന രീതിയാണ് മാനുവൽ ഓക്സി ഫ്യൂവൽ ഗ്യാസ് കട്ടിംഗ്. മെറ്റലിലൂടെ കട്ട് ചെയ്യാൻ കഴിയുന്ന ഹൈ ടെമ്പറേച്ചർ ഫ്ലെയിം സൃഷ്ടിക്കാൻ ഒരു ഹാൻഡ് ഹെൽഡ് ടോർച്ച് ഈ സമ്പ്രദായത്തിൽ ഉപയോഗിക്കുന്നു. ഓക്സി ഫ്യൂവൽ ഗ്യാസ് കട്ടിംഗ് ടോർച്ചിൽ നിന്നുള്ള ജ്വാലയ്ക്ക് 6000 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ താപനിലയിൽ എത്താൻ കഴിയും. ഇത് മെറ്റലിനെ മെൽറ്റ് ചെയ്യാനും ബാഷ്പീകരിപ്പിക്കാനും മതിയായ ചൂടാണ്. ഇത് ടോർച്ചിനെ അതിലൂടെ കട്ട് ചെയ്യാനും അനുവദിക്കുന്നു. കൃത്യമായ നീളത്തിൽ കട്ടിംഗ് ചെയ്ത ശേഷം ഫില്ലിംഗ് വഴി പൈപ്പിന്റെ ഉള്ളിലെ ഏതെങ്കിലും പരുക്കൻ അറ്റങ്ങൾ നീക്കം ചെയ്യുക. ഇപ്പോൾ മെയിൻ പൈപ്പ് ബ്രാഞ്ച് പൈപ്പുമായി വെൽഡ് ചെയ്യാം. വെൽഡിംഗ് പ്രക്രിയ ആരംഭിക്കുന്നതിന് മുമ്പ് ഹെൽമറ്റ്, ഗ്ലൗസ്, ലോങ് സ്ലീവ്സ് എന്നിവ പോലുള്ള ശരിയായ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ധരിക്കുന്നത് ഉറപ്പാക്കുക. ഇനി വെൽഡിംഗ് മെഷീൻ സജ്ജമാക്കുക. വെൽഡിംഗ് കറന്റ് ലോ സെറ്റിംഗിലേക്ക് സജ്ജമാക്കണം, അതായത് 60 മുതൽ 90 ആംപെയർ വരെ. വെൽഡിംഗ് വോൾട്ടേജ് ഹൈ സെറ്റിംഗിലേക്ക് സജ്ജമാക്കണം. വെൽഡിംഗ് മെഷീൻ സെറ്റപ്പ് അവസാനിച്ചു കഴിഞ്ഞാൽ ബ്രാഞ്ച് പൈപ്പ് 90 ഡിഗ്രി ആംഗിളിൽ മെയിൻ പൈപ്പുമായി സെറ്റ് ചെയ്ത് അലൈൻ ചെയ്യുക. ഡിസ്റ്റോർഷൻ കൺട്രോൾ ചെയ്യുന്നതിനും പെനെട്രേഷൻ ലഭിക്കുന്നതിനും റോട്ട് ഗ്യാപ്പ് 2 മില്ലിമീറ്റേഴ്സ് ആയി നിലനിർത്തുന്നത് ഉറപ്പാക്കുക. നല്ല പെനെട്രേഷനും സർഫേസ് അപ്പിയറൻസിനും ടാക്സുകളുടെ ശരിയായ മെൽറ്റിംഗ് ഉറപ്പാക്കുക. ടി ജോയിന്റിൽ ഒരു സീക്വൻസ് വെൽഡിംഗ് ടെക്നിക്സ് ഉപയോഗിക്കുക. ഒരു ടി ജോയിന്റിനുള്ള അഭികാമ്യമായ സീക്വൻസ് ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെയാണ്. സാധ്യമാകുമ്പോഴെല്ലാം എല്ലാ വെൽഡിംഗും ഒരു ഡൗൺ ഹാൻഡ് പൊസിഷനിൽ ചെയ്യുക. ടി ജോയിന്റ് വെൽഡിംഗ് സമയത്ത് ടോർച്ചിന്റെയും ഫില്ലർ വയറിന്റെയും ആംഗിളുകൾ മാറ്റം വരാതെ കൃത്യമായി ചലിപ്പിക്കണം. വെൽഡിംഗ് പൂർത്തിയായി കഴിഞ്ഞാൽ വെൽഡിൽ നിന്ന് ഏതെങ്കിലും സ്ലാഗ് നീക്കം ചെയ്യാൻ ഒരു ചിപ്പിംഗ് ഹാമർ ഉപയോഗിക്കുക. പോറോസിറ്റി, ക്രാക്സ് അല്ലെങ്കിൽ അപൂർണമായ ഫ്യൂഷൻ എന്നിവ പോലുള്ള ഏതെങ്കിലും തകരാറുകൾക്കായി വെൽഡ് പരിശോധിക്കുക. എന്തെങ്കിലും തകരാറുകൾ കണ്ടെത്തിയാൽ നിങ്ങൾ വീണ്ടും ജോയിന്റ് വെൽഡ് ചെയ്യേണ്ടതുണ്ട്. അവസാനമായി മാലിന്യങ്ങൾ നീക്കം ചെയ്യാനും അതിനെ കൂടുതൽ തിളക്കമുള്ളതാക്കാനുമായി വയർ ബ്രഷ് ഉപയോഗിച്ച് വെൽഡ് വൃത്തിയാക്കുകയും ചെയ്യുക. ചർച്ച ചെയ്ത പ്രധാന പോയിന്റുകളെക്കുറിച്ച് നമുക്ക് പുനർവിചിന്തനം ചെയ്യാം. ഏതെങ്കിലും അഴുക്കും അവശിഷ്ടങ്ങളും നീക്കം ചെയ്യാൻ ഒരു വയർ ബ്രഷ് ഉപയോഗിച്ച് MS പൈപ്പുകൾ വൃത്തിയാക്കുക. വെൽഡിംഗ് മെഷീൻ സെറ്റപ്പ് ചെയ്യുക. ബ്രാഞ്ച് പൈപ്പ് മെയിൻ പൈപ്പുമായി 90 ഡിഗ്രി ആംഗിളിൽ അലൈൻ ചെയ്യുക. വെൽഡിംഗ് പ്രക്രിയ അവസാനിച്ചു കഴിഞ്ഞാൽ തകരാറുകൾക്കായി വെൽഡ് പരിശോധിക്കുക. ഇതോടെ നമ്മൾ ഈ സെഷന്റെ അവസാനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ് GTAW ഉപയോഗിച്ചുള്ള 1F ഫ്ലാറ്റ് പൊസിഷനിൽ 50 മില്ലിമീറ്റർ പുറം ഡയാമീറ്ററും 3 മില്ലിമീറ്റർ വാൾ തിക്നെസ്സും ഉള്ള MS പൈപ്പിലെ ടി ജോയിന്റിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ ലഭിച്ചിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത സെഷനിൽ കാണാം.